ക്ഷേത്ര സംരക്ഷണ സമിതി 60ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള നേതൃയോഗം ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി A.K.B. നായർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ മുക്തമാക്കണമെന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ അജണ്ട. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനാണ് കോഴിക്കോട് തുടക്കം കുറിച്ചത്. സുഗതേന്ദ്ര കലാമന്ദിരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മാധവ്ജി നഗറിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലഘട്ടത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഹൈന്ദവ സംസ്കാരം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. ഇങ്ങനെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് തുടക്കം കുറിച്ചതെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി A.K.B. നായർ പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 60 വർഷം ഈ സംഘടന പിന്നിട്ട് കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. അത് ശക്തമായി നേരിടാനുള്ള കരുത്ത്, മനസ്സിൻ്റെ കരുത്ത്, ബുദ്ധിയുടെ കരുത്ത് അത് നമുക്ക് നേടിയെടുക്കാം. കേരളത്തിൽ എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും മഹത്വത്തെ നൽകിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് നശിപ്പിക്കപ്പെടുന്നു എന്നും അറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഘടനയ്ക്ക് രൂപം നൽകേണ്ടി വരും എന്ന് നമ്മുടെ മഹാത്മാക്കൾ ചിന്തിച്ചു. ആചാരം എന്ന് പറഞ്ഞാൽ ആചരിക്കേണ്ടത് എന്നാണ്. അത് വെറും ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ ആചരിക്കേണ്ടതായ കാര്യങ്ങൾ. ഒരു ധർമ്മം നിലനിൽക്കുന്നത് അതിൻ്റെ ആചരണത്തിലൂടെയാണ്. അതില്ലാതായാൽ വെറും ആൾക്കൂട്ടങ്ങൾ ഒത്തുകൂടുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറും. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ മുക്തമാക്കണമെന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. കൂടാതെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന ആവശ്യവും ക്ഷേത്ര സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.